എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശനിദോഷമുള്ളവർ ആൽമരത്തെ ആരാധിക്കാറുണ്ട് ഇല്ലേ? നമ്മളിൽ പലരും ആൽമരത്തിന് വലം വയ്ക്കാറുണ്ട്. ശനിദോഷം മാറുവാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടാണ് നാം അത് ചെയ്യുന്നത്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. മഹർഷി ദധീജിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി സുവർക്കയുടെയും പുത്രനായ പിപ്പലാദനുമായിട്ടാണ് ഈ കഥ ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹർഷി ദധീജിയുടെ ദേഹവിയോഗത്തിൽ മനം നൊന്ത് അദ്ദേഹത്തിൻ്റെ പത്നി സുവർക്ക അതേ ചിതയിൽ തന്നെ ജീവത്യാഗം ചെയ്യുന്നു. എന്നാൽ ജീവത്യാഗം ചെയ്യുന്നതിന് മുൻപേ തന്നെ സുവർക്ക തൻ്റെ കുഞ്ഞിനെ ഒരു ആൽമരത്തിൻ്റെ അറയിൽ വെക്കുന്നു. ഈ കുട്ടി വിശപ്പും ദാഹവും കാരണം കരയുവാൻ തുടങ്ങി. ഒന്നും കിട്ടാതെ വന്നപ്പോൾ അറയിൽ വീണ ഈ ആൽമരത്തിൻ്റെ പഴങ്ങളും ഇലകളും അവൻ കഴിച്ചു തുടങ്ങി. കാലക്രമേണ ആൽമരത്തിൻ്റെ ഇലകളും പഴങ്ങളും മാത്രമായിരുന്നു കുട്ടിയുടെ ജീവൻ പിടിച്ചു നിർത്തിയത്. ഒരു ദിവസം ദേവർഷി നാരദൻ അതുവഴി കടന്നുപോയി. ആൽമരത്തിൻ്റെ പൊള്ളയിൽ ആ കുട്ടിയെ കണ്ട് നാരദൻ അവനോട് ചോദിച്ചു, "നീ ആരാണ്?" കുട്ടി തിരിച്ച് ചോദിച്ചു, "എനിക്കും അതാണ് അറിയേണ്ടത്. ഞാൻ ആരാണ്?" നാരദൻ പിന്നെയും ചോദിച്ചു, "നിന്റെ അച്ഛൻ ആരാണ്? നിന്റെ കുലമേതാണ്?" കുട്ടി തിരിച്ച് വീണ്ടും ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. "ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പിതാവ് ആരാണെന്നറിയില്ല. എനിക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്." നാരദ മഹർഷി ആ കുഞ്ഞിനെ സൂക്ഷ്മമായി നോക്കി. നാരദന് കാര്യം മനസ്സിലായി. "അല്ലയോ കുഞ്ഞി, നീ മഹാനായ മഹർഷി ദധീജിയുടെ പുത്രനാണ്. നിന്റെ പിതാവിൻ്റെ അസ്ഥികളിൽ ഒന്നുകൊണ്ടാണ് ദേവന്മാർ അസുരന്മാരെ ജയിച്ചത്. നിന്റെ പിതാവ് ദധീജി 31 വയസ്സിലാണ് മരിക്കുന്നത്." കുട്ടി പിന്നെയും ചോദിച്ചു, "എന്താണ് എൻ്റെ പിതാവിൻ്റെ അകാല മരണത്തിന് കാരണം?" നാരദ മഹർഷി പറഞ്ഞു, "നിന്റെ പിതാവ് ശനിദേവൻ്റെ സ്വാധീനത്തിലായിരുന്നു." കുട്ടി, "എനിക്കുണ്ടായ ദുരന്തത്തിൻ്റെ കാരണമെന്താണ്?" നാരദ മഹർഷി പറഞ്ഞു, "ശനിദേവൻ്റെ അവസ്ഥയാണ് ഇതിനെല്ലാം കാരണം." ഇത്രയും പറഞ്ഞതിന് ശേഷം ദേവർഷി നാരദൻ ആലിലയും അതിൻ്റെ ഫലങ്ങളും കഴിച്ച് ജീവിച്ച ആ ബാലന് പിപ്പലാദൻ എന്ന പേരിട്ട് ദീക്ഷ നൽകി. നാരദൻ പോയതിനു ശേഷം പിപ്പലാദൻ നാരദൻ്റെ ഉപദേശപ്രകാരം കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ബ്രഹ്മദേവൻ പിപ്പലാദനോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. പിപ്പലാദൻ തൻ്റെ കാഴ്ച കൊണ്ട് ഏത് വസ്തുവിനെയും ദഹിപ്പിക്കാനുള്ള ശക്തിയാണ് ചോദിച്ചത്. ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയ പിപ്പലാദൻ ആദ്യം ശനിദേവനെ വിളിച്ച് തൻ്റെ മുൻപിൽ ഹാജരാക്കി. ശനിദേവൻ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുറന്ന് ശനിദേവനെ ദഹിപ്പിക്കാൻ തുടങ്ങി. ശനിദേവൻ്റെ ദേഹം വെന്തു തുടങ്ങി. പ്രപഞ്ചത്തിൽ ആരവങ്ങൾ ഉയർന്നു. സൂര്യപുത്രനായ ശനിയെ സംരക്ഷിക്കുന്നതിൽ എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടു. മകൻ തൻ്റെ കൺമുന്നിൽ വെന്തുരുകുന്നത് കണ്ട സൂര്യദേവൻ പോലും അവനെ രക്ഷിക്കാൻ ബ്രഹ്മാവിനോട് അപേക്ഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ബ്രഹ്മാവ് തന്നെ പിപ്പലാദൻ്റെ അടുത്ത് വന്ന് ശനിദേവനെ വിട്ടയക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പിപ്പലാദൻ ഇതിനൊന്നും തന്നെ തയ്യാറായില്ല. ബ്രഹ്മാവ് അദ്ദേഹത്തോട് ഒന്നിനു പകരം 2 വരം ചോദിച്ചുകൊള്ളൂ എന്നാവശ്യപ്പെട്ടു. അപ്പോൾ പിപ്പലാദൻ സന്തുഷ്ടനായി ഇങ്ങനെ 2 വരങ്ങൾ ചോദിക്കുന്നു. ജനനം മുതൽ 5 വർഷം വരെ ഒരു കുട്ടിയുടെയും ജാതകത്തിൽ ശനിക്ക് സ്ഥാനമുണ്ടാകില്ല. എന്നെപ്പോലെ മറ്റൊരു കുട്ടിയും അനാഥനായി പോകരുത്. 2ാമത്തെ വരം ഇങ്ങനെയായിരുന്നു, ആൽമരം ഈ അനാഥനായ എനിക്ക് അഭയം നൽകി. അതിനാൽ സൂര്യോദയത്തിനു മുമ്പ് ഈ ആൽമരത്തിൽ വെള്ളം നൽകുന്നവർക്ക് ശനിയുടെ മഹാദശ ബാധിക്കില്ല. ബ്രഹ്മദേവൻ തഥാസ്തു എന്ന് പറഞ്ഞു വരം നൽകി. അതായത് അങ്ങനെ ആകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം പിപ്പലാദൻ തൻ്റെ ബ്രഹ്മദണ്ഡം കൊണ്ട് പാദങ്ങളിൽ അടിച്ച് കത്തുന്ന ശനിദേവനെ മോചിപ്പിച്ചു. ഇതുമൂലം ശനിദേവൻ്റെ പാദങ്ങൾ തകരാറിലാകുകയും പഴയതുപോലെ വേഗത്തിൽ നടക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അന്നു മുതൽ ശനിദേവൻ ശനൈർചരതി യാ ശനൈശ്ചർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതായത് സാവധാനം നടക്കുന്നവൻ ആണ് ശനി എന്ന രീതിയിൽ. അഗ്നിയിൽ വെന്തുരുകിയത് മൂലം ശനിയുടെ ശരീരം കറുപ്പായി മാറുകയും ശരീരഭാഗങ്ങൾ വികൃതമാകുകയും ചെയ്തു. അതിനാലാണ് ശനിദേവൻ്റെ വിഗ്രഹം കറുപ്പ് നിറത്തിൽ നിർമ്മിക്കുന്നത്. ആൽമരത്തിന് വലം വയ്ക്കുകയും വെള്ളം പകരുകയും ചെയ്യുന്നതും ശനിദോഷങ്ങൾ മാറുവാൻ വളരെ നല്ലതാണെന്ന് പറയുവാൻ കാരണവും ഇത് തന്നെയാണ്.